നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പണം ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന് ബാങ്കുകൾ പറയാറുണ്ടല്ലേ? ശരിയാണ്. അതെത്ര സുരക്ഷിതമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടണമെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത ജന്മം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ബാങ്കുകൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ, KSFE തുടങ്ങിയ ഇടങ്ങളിൽ നിക്ഷേപ ഇടപാടുകൾ നടത്തുമ്പോൾ സാധാരണക്കാരായ നമ്മളെ ഒരു രാജാവിനെ പോലെ അവരെ ട്രീറ്റ് ചെയ്യും. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു. എന്നാൽ ഒരു ചിട്ടി പിടിക്കാൻ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ പിടിച്ചു കഴിഞ്ഞോ ബാങ്കിൽ നിന്നും ഒരു ലോണിന് അപേക്ഷിച്ച് തുടങ്ങുമ്പോഴോ ഈ കഥയൊക്കെ അങ്ങ് മാറും. അന്നു മുതൽ ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഓരോരോ രേഖകളുടെ പേരിൽ അവർ നിങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിച്ച്, ദ്രോഹിച്ച്, കഷ്ടപ്പെടുത്തി കളയും. 15 വർഷത്തിന് മുൻപുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 30 വർഷത്തിന് മുൻപുള്ള ഒരു രേഖ നിങ്ങളോട് അവർ ആവശ്യപ്പെടാം. ചിലർ മരിച്ചവർ നേരിട്ട് വന്ന് രേഖയിൽ ഒപ്പിടണമെന്ന് വരെ ആവശ്യപ്പെടാറുണ്ട്. നിങ്ങളിൽ പലരും ഇങ്ങനെ ഒത്തിരി സഹിച്ചിട്ടുണ്ടാവും അല്ലേ? അത്തരമൊരു സംഭവമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. ബാങ്കിൽ നിന്നും പണം പിൻവലിക്കാൻ പോകുന്നതിന് മുമ്പ് ദയവായി ഈ വീഡിയോ ഒന്ന് കണ്ടേക്കണം. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന കഥയിലെ പോലെ മരിച്ചുപോയ അക്കൗണ്ട് ഉടമയെ നേരിട്ട് നിങ്ങൾ ബാങ്കിൽ ഹാജരാക്കേണ്ടി വന്നേക്കാം. കഥയിലേക്ക് വരാം. ഒഡീഷയിലെ കേന്ദുഛർ ജില്ലയിലെ ഒഡീഷ ഗ്രാമീൺ ബാങ്കിന്റെ മാലിപോസി ശാഖയിലാണ് അസ്ഥിസ്പർശിയായ ഈ സംഭവം നടക്കുന്നത്. കഥ തുടങ്ങുന്നത് ഈ വർഷം തന്നെയാണ്. ജനുവരി 26-ന് 2026 ജനുവരി 26-നാണ് സംഭവം നടക്കുന്നത്. കൽരാ മുണ്ട എന്ന 56 വയസ്സുകാരി മരിക്കുന്നു. ആ പാവ സ്ത്രീ തൻ്റെ കന്നുകാലികളെ വിറ്റും മറ്റുമുണ്ടാക്കിയ 19,300 രൂപ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ തുക പിൻവലിക്കാൻ അവരുടെ സ്വന്തം സഹോദരൻ ജീത്തു മുണ്ട ബാങ്കിൽ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മാസങ്ങളായി. ബാങ്കുകാരുടെ ഭാഗം കൂടി ഒന്ന് ചിന്തിച്ചു നോക്കണം കേട്ടോ. അവരെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. 20,000 രൂപയല്ലേ, വളരെ വലിയൊരു തുക. നമ്മുടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ പോകുന്ന വലിയൊരു തുകയാണ് 20,000 എന്നാണ് ആ ബാങ്കുകാർ വിചാരിച്ചതെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർ ജിത്തുവിനോട് പറഞ്ഞു, അക്കൗണ്ട് ഉടമയെ നേരിട്ട് ഹാജരാക്കാതെ ഒറ്റ നയ പൈസ തരില്ല. സഹോദരി മരിച്ചുപോയി എന്ന് ജിത്തു പലതവണ പറഞ്ഞു. പക്ഷേ ബാങ്കിന് തെളിവ് വേണം. നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യയിൽ മരിച്ചവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ എടുക്കുന്ന താമസം നമ്മുടെ ബാങ്കുകാർക്ക് അറിയാത്തതാണോ എന്തോ. എന്തായാലും ഒടുവിൽ 3 മാസത്തെ അലച്ചിലിന് ശേഷം ഏപ്രിൽ 27-ന് കഴിഞ്ഞ ദിവസം ജീത്തു മുണ്ട ഒരു തീരുമാനമെടുത്തു. ബാങ്കുകാർക്ക് ഉടമയെ കാണണമെന്നല്ലേ പറഞ്ഞത്? ശരി, കാണിച്ചു തരാം. അവൻ നേരെ പോയത് സഹോദരിയെ അടക്കിയ കുഴിമാടത്തിലേക്കാണ്. ആ കുഴിമാടം അവൻ തോണ്ടി അസ്ഥികൂടം കഷ്ടപ്പെട്ട് പുറത്തെടുത്തു. കത്തുന്ന വെയിലിൽ 3 കിലോമീറ്റർ ആ അസ്ഥികൂടവും ചുമന്ന് ജിത്തു ബാങ്കിലെത്തി. ബാങ്ക് കൗണ്ടറിന് മുമ്പിൽ സഹോദരിയുടെ അവശിഷ്ടങ്ങൾ വെച്ചിട്ട് അവൻ പറഞ്ഞു, മാനേജരെ, ഇതാ ഉടമ വന്നിരിക്കുന്നു. ഇനി പണം തരാൻ തടസ്സമില്ലല്ലോ അല്ലേ? ഒരു പാവം മനുഷ്യൻ തൻ്റെ മരിച്ചുപോയ സഹോദരിയുടെ അസ്ഥികൂടം ഒരു പ്ലാസ്റ്റിക് ചാക്കിലാക്കി ബാങ്കിലേക്ക് കൊണ്ടുവന്നു. എന്തുകൊണ്ട്? ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് ഫിസിക്കൽ വെരിഫിക്കേഷൻ വേണമെന്ന് വലിയ നിർബന്ധം. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ അവസ്ഥ. അവർ ഒരുപക്ഷെ വിചാരിച്ചത് കൽരാമുണ്ട ആത്മാവായി വന്ന് വൗച്ചറിൽ ഒപ്പിടുവെന്നായിരിക്കും. പക്ഷെ വന്നത് അവരുടെ അസ്ഥികൂടമായിപ്പോയി. സത്യത്തിൽ എന്താണ് ഇവിടുത്തെ നിയമം? ഭാരതീയ റിസർവ് ബാങ്ക് 2025 പുറത്തിറക്കിയ നിയമപ്രകാരം ഒരാൾ മരിച്ചാൽ 15 ദിവസത്തിനുള്ളിൽ അക്കൗണ്ടിലെ തുക അവകാശികൾക്ക് നൽകണം. 15 ലക്ഷം രൂപ വരെയാണെങ്കിൽ വലിയ കടലാസ് ജോലികളൊന്നുമില്ലാതെ പണം നൽകാൻ വ്യവസ്ഥയുണ്ട്. കൽരാമുണ്ടയുടെ അക്കൗണ്ടിലാകട്ടുണ്ടായിരുന്നത് ഈ ലക്ഷങ്ങളൊന്നുമല്ല, വെറും 20,000 രൂപയിൽ താഴെ മാത്രം. പെഡാന പോലീസ് പറയുന്നതനുസരിച്ച് തീർത്തും സാധുവായ ജിത്തു മുണ്ടയ്ക്ക് ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷേ അത് പറഞ്ഞു കൊടുക്കേണ്ട ബാങ്ക് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ചില ഉദ്യോഗസ്ഥർ ഇങ്ങനെയൊക്കെയാണ്. തൊലിവെളുപ്പുള്ള ആളുകളെ കണ്ടാൽ മാത്രമേ അവർ മൈൻഡ് ചെയ്യൂ. ജിത്തു മുണ്ടയ്ക്ക് ഗ്ലാമർ ഇത്തിരി കുറവാണ്. അതുകൊണ്ട് അവർ അയാളെ പരിഗണിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും സംഭവം വൈറലായതോടെ എല്ലാവരും ഉണർന്നു. ഒഡീഷ റവന്യൂ മന്ത്രി സുരേഷ് പൂജാരി പറഞ്ഞു, ഇവിടെ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് മാനുഷികമായ ഒരു സമീപനത്തിന്റെ കുറവുണ്ടായിട്ടുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നുവെന്ന്. അതുപോലെ തന്നെയാണല്ലോ കുറച്ചുനാൾ മുമ്പ് കേരളത്തിലെ ഒരു ആരോഗ്യമന്ത്രി പറഞ്ഞായിരുന്നല്ലോ, സിസ്റ്റം മൊത്തം തകരാറിലാണെന്ന്. ശരിയാണ് മന്ത്രി, മനുഷ്യത്വം പോയിട്ട് ബാങ്കിങ് സാമാന്യ ബുദ്ധി പോലും അവിടെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവസാനം പോലീസ് ഇടപെട്ടു കേട്ടോ. അസ്ഥികൂടം മര്യാദയ്ക്ക് വീണ്ടും അടക്കം ചെയ്തു. ജിത്തുവിന് പണം കൊടുക്കാൻ ബാങ്കിന് കർശന നിർദ്ദേശവും നൽകി. മാലിപ്പോസിയിലെ ഈ ബാങ്ക് കൗണ്ടറിന് മുമ്പിൽ അന്ന് വീണത് ജിത്തു മുണ്ടയുടെ കണ്ണീര് മാത്രമല്ല, നമ്മുടെ ബാങ്കിങ് സംവിധാനത്തിന്റെ വിശ്വാസ്യത കൂടിയാണ്. പണം നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ബാങ്കിന്റെ VIP ആണ്. പക്ഷേ അത് തിരികെ ചോദിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ വെറും ഒരു അസ്ഥികൂടം മാത്രമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നോമിനിയെ വെക്കാൻ മറക്കരുത്.
ഇല്ലെങ്കിൽ നിങ്ങളുടെ അവകാശികൾക്ക് നിങ്ങളുടെ കുഴിമാടം തോണ്ടേണ്ടി വരും. മരിച്ചാലും സമാധാനം കിട്ടിയെന്ന് വരില്ല, അത്രമാത്രം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ബാങ്കിങ് ഉദ്യോഗസ്ഥരായ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് അയച്ചു കൊടുത്തേക്കണം. ഇങ്ങനെയൊന്നും പാവങ്ങളോട് ഇടപെടരുതേ എന്ന് ഒരു ഉപദേശം കൂടി ഫ്രീ ആയിട്ട് കൊടുത്തേക്കണം. നിസ്സാര കാര്യങ്ങൾക്ക് അക്കൗണ്ട് ഉടമയെ നേരിട്ട് കൊണ്ടുവരാൻ പറയുന്നതിന് മുമ്പ് അവർ ഒന്ന് ആലോചിക്കട്ടെ. ഇല്ലെങ്കിൽ നാളെ കേരളത്തിലെ ബാങ്കുകളുടെ കൗണ്ടറുകൾ അസ്ഥികൂടങ്ങൾ കൊണ്ട് നിറയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. വിവിധ വിഷയങ്ങളിലെ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും നാളെ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.